എന്താ അമ്മ? ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്ക് അച്ഛനൊരു കാര്യം പറഞ്ഞിരുന്നു. എൻ്റെ അച്ഛൻ്റെ കുടുംബവക കുറച്ച് സ്ഥലമുണ്ടല്ലോ, അന്ന് അനൂപിന്റെ ആവശ്യത്തിന് വേണ്ടി അത് വിൽക്കാനിരുന്നതാ. ആ സ്ഥലവേ നമുക്ക് 2 കുഞ്ഞുമക്കളുടെയും പേരിൽ എഴുതി വെക്കാം. പഴയ വീട് സ്ഥലവും ആവണിമൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്കൊക്കെ ഇത് എന്താ അമ്മ? ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോ അതിനുള്ള പരിഹാരം നിങ്ങൾ അവിടെ നിന്ന് കണ്ടുപിടിച്ചോ? എന്റെ മോക്കൊന്നും വേണ്ട. അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് മാലിമോക്കും ആവണിമോക്കും കൊടുത്താൽ മതി. മോളെ, അതിന് നീ വേറൊന്നും കരുതണ്ട. ഇവിടുത്തെ ഇവരുടെ സ്വത്തൊന്നും നീ ആവശ്യപ്പെടില്ല എന്ന് എനിക്കറിയാം. ചിലപ്പോ സ്നേഹയാവന്തികയും അത് തരാനും സമ്മതിക്കില്ല. അപ്പോ നിങ്ങൾക്കൊന്നും ഇല്ലാതായി പോകുമെന്ന ഞങ്ങൾക്കൊരു പേടി. എന്നാ ആ പേടി അമ്മയ്ക്ക് വേണ്ട. എന്റെ മോൾക്ക് ആജീവനാന്തം ജീവിക്കാനുള്ളതും അതിൽ കൂടുതലും സച്ചിന്റെ അക്കൗണ്ടിലുണ്ട്. കുറെ നാൾ കഴിയുമ്പോ ഞാനും എന്തെങ്കിലും ജോലിക്ക് പോകും. ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോളാം. അത് തന്നെയല്ലേ അച്ഛനും അമ്മയും ഞങ്ങളെ ഈ നിലയിൽ എത്തിക്കാൻ ചെയ്തതും. സ്വത്തിന്റെ പേരില് ഞാനോ ആദരയോ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അതില് നിങ്ങൾക്കൊരു പേടിയും വേണ്ട. പിന്നെ അമ്മയോടായതുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. എന്നെ എപ്പോഴും ടെൻഷനാക്കുന്നത് മറ്റൊരു കാര്യം, എന്റെ മോളെ എനിക്ക് എത്ര വർഷം വളർത്താൻ പറ്റുമെന്നുള്ളതാ. ചിലപ്പോ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അവളെ നഷ്ടപ്പെട്ടു എന്ന് വരാം. സ്നേഹ അവന്തികടത്തിയൊക്കെ എവിടെയോ കിടന്ന് കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോ ഉള്ളില് ഒരു പെടച്ചില. അപ്പോഴാ ഞാൻ ഓർക്കുന്നത് അവൾ എന്റെ സ്വന്തം അല്ലല്ലോ എന്ന്. നാളൊരു സമയത്ത് ശിവരാമേട്ടൻ വന്ന് കൈ നീട്ടിയ ഞാൻ ആ കൈകളിലേക്ക് വച്ചു കൊടുക്കണം അവളെ. പിന്നീട് അവളുടെ എന്റെയും ജീവിതം എന്തായിരിക്കുന്ന പോലും എനിക്കറിയില്ല. ആ ഭയത്തില ഓരോ നിമിഷവും ഞാൻ ജീവിക്കുന്നത്. അതിനിടയിൽ ഇതുപോലൊരു കാര്യം എന്നെ ബാധിക്കില്ല. ആർക്കും ഒന്നും പറഞ്ഞു തളർത്താനും ആവില്ല. നീ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട മോളെ. അയാള് തിരിച്ചു വരുമായിരുന്നെങ്കിൽ എന്നേ വന്നേനെ. ഇല്ലേ, ആ കുഞ്ഞിനെ അയാൾക്ക് ആവശ്യമില്ല. അതുകൊണ്ടല്ലേ അയാൾ ഉപേക്ഷിച്ചു പോയത്. നിന്റെ കുഞ്ഞിന്ന് കൂടെ തന്നെ കാണും. അമ്മയ്ക്കത് ഉറപ്പാ.